പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെ കുറച്ച് കുടിവെള്ള പ്രശ്നമുണ്ട്. ജഗതിയിലാണ് കേട്ടോ. അത് 1-2 ദിവസമല്ല, മാസങ്ങളായി ജഗതിയിൽ കുടിവെള്ളം നിലച്ചിട്ട്. ജഗതി മുടിപ്പുര ക്ഷേത്രം റോഡിലാണ് കുടിവെള്ളം മുടങ്ങിയത്. 200ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിൽ. വാട്ടർ അതോറിറ്റി ഇടപെടുന്നില്ലെന്നാണ് ആരോപണം. സാന്ത്വന സാജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന, ഗുഡ് മോർണിംഗ്. സാന്ത്വന, എന്താണ് ജഗതിയിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം? അവിടെ വാട്ടർ അതോറിറ്റി വെള്ളം കൃത്യമായിട്ട് എത്തിക്കാത്തത് എന്താണ്? പൈപ്പൊന്നും ഇല്ലേ അവിടെ? സാന്ത്വന, മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇഷ്ടം പോലെ പൈപ്പുകൾ ഈ പ്രദേശത്തുണ്ട്, പക്ഷെ ആകെ ഒരു പൈപ്പിൽ മാത്രമേ വെള്ളം വരുന്നുള്ളൂ എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജഗതി മുടിപ്പുര ക്ഷേത്രം റോഡിലാണ്. ഈ റോഡ് അങ്ങോട്ടേക്ക് പോകുകയാണ്. ആ റോഡിന്റെ തുടക്ക ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ റോഡ് അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ ഈ റോഡിന്റെ 2 വശങ്ങളിലുമായി ഏതാണ്ട് 200ഓളം വീടുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീടുകളിൽ ഒന്നും തന്നെ കിണറുകൾ ഇല്ല എന്നുള്ളതാണ്. എല്ലാം അടുത്തടുത്തിരിക്കുന്ന വീടുകളാണ്. അപ്പൊ ഈ റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് അവിടെയായിട്ട് ഒരു പൈപ്പുണ്ട്. മെയിൻ റോഡാണ് കാണുന്നത്. ജഗതി മെയിൻ റോഡാണത്, ജംഗ്ഷനാണിത്. ആ റോഡിൽ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിൽ മാത്രമാണ് വെള്ളം വരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമൊന്നുമല്ല. ഏതാണ്ട് നവംബർ മാസം മുതൽ ഇവരുടെ അവസ്ഥ ഇതാണ്. നമ്മൾ ഈ കുടിവെള്ള പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് ഇവിടെ ചോദിച്ചു വന്നപ്പോൾ ആളുകളെല്ലാം ഇവിടെ നിൽക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കാരണം ഞാൻ പറയുന്നതിൽ നല്ലത് അവർ തന്നെ പറയുന്നതാണെന്ന് തോന്നുന്നു. എത്ര നാളായി പ്രശ്നം? ഈ നവംബർ മാസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടാണ് ഇതിൻ്റെ ഇത് തുടങ്ങിയത്. അപ്പോഴിവിടെ പണി നടക്കുന്നതിൻ്റെ ഇതിൽ അവർ പല എക്സ്ക്യൂസും പറയാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും മാസങ്ങളായിട്ട് ഇത് വെള്ളം കിട്ടാത്ത വിളിക്കുക വരുന്നു. വിളിക്കുമ്പോൾ എക്സെ വിളിക്കാൻ പറയും. എക്സെ പറയാൻ അടുത്ത ഓവർസിയർ ഉണ്ടെങ്കിൽ ഓവർസിയറെ വിളിക്കാം. ഇനി വിളിച്ച് നമുക്ക് ഇനി ആരും വിളിക്കാനില്ല. പരാതിയൊക്കെ പറഞ്ഞോ? പരാതി പറഞ്ഞിട്ടുണ്ട്. പരാതി പറഞ്ഞു വീട്ടിലേക്ക് വന്ന് നോക്കി. പക്ഷെ നമുക്ക് വെള്ളം കിട്ടുന്നില്ല. ഈ പരാതി പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടും അതിലൊരു നടപടി ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. അത് നവംബർ മാസത്തിലെങ്ങാണ്ട് ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. ആ പണി കഴിഞ്ഞ ശേഷം മുതലാണ് ഞങ്ങൾക്ക് ആർക്കും ഒട്ടും വെള്ളം കിട്ടാനായത്. എനിക്കാണെങ്കിൽ പൈപ്പ് തുറക്കുമ്പോൾ വെറും എയർ മാത്രമാണ് വരുന്നത്, വെള്ളം ഒട്ടും ഇല്ല. എങ്ങനെ വെള്ളം നമ്മൾ എങ്ങനെയാ ഇപ്പൊ ഒപ്പിക്കുന്നത്? എങ്ങനെയാ നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം വേണമല്ലോ, അത് എങ്ങനെയാണ്? ഞങ്ങൾ ജഗതി ജംഗ്ഷനിൽ പൈപ്പുണ്ട്. ആ പൈപ്പിൽ പോയി ഞങ്ങൾ വെള്ളം എടുത്തുകൊണ്ട് രാത്രി 10 മണിയാകുമ്പോഴത്തേക്കാണ് ഞാൻ എന്റെ ഇവിടെ നിന്ന് പോകുന്നത്. രാത്രി 10 മണിയാകുമ്പോൾ ഞാനും മോനും ചേട്ടനും കൂടെ പോയി വെള്ളം ചുമന്നുകൊണ്ട് വരും. എന്റെ ചേട്ടനാണെങ്കിൽ സുഖമില്ലാത്ത ആളും കൂടെ, അവരും കൂടെ പോയാണ് ചുമന്നുകൊണ്ട് വരുന്നത്. അവരുടെ കുഞ്ഞുങ്ങളുമായൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ ചേച്ചി അവസ്ഥ? എന്താ? ഒട്ടും വെള്ളമില്ല. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് വെള്ളം വേണ്ടി വരുന്ന അവസ്ഥയാണ്. ദിവസവും പോയി ആ ചോട്ടിലെ പൈപ്പിൽ നിന്നാണ് 3-4 ബക്കറ്റ് വെള്ളം എടുത്തതിന് ഇവർക്കൊക്കെ മേലുപോലും കഴിവാൻ വെള്ളം ഒപ്പിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന കുഞ്ഞു മക്കളൊക്കെ വെള്ളം എടുത്തുകൊണ്ട് റോഡിലൂടെ വരുന്ന ഒരു വിഷ്വല് പുറത്തു വന്നിരുന്നു. പ്രദേശവാസിയായ ഒരാൾ അയച്ചു തന്ന വിഷ്വലാണ്. ആ വിഷ്വല് കണ്ടിട്ടാണ് നമ്മൾ വന്നത്. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം രോഗിയായ ഒരമ്മ നിൽക്കുന്നുണ്ട്. അമ്മ, എങ്ങനെയാ വെള്ളമൊക്കെ എങ്ങനെയാ? വെള്ളം 3 മാസം കൊണ്ട് വെള്ളം ഇല്ല. വെള്ളം 6 മണി കഴിഞ്ഞാൽ വെള്ളം കിട്ടത്തില്ല. രാത്രി 2:30 മണിക്ക് ഉറക്കം കഴിക്കണം, വെള്ളം പിടിക്കണം, എല്ലാത്തിലും പിടിച്ചു വയ്ക്കണം. അതുകൊണ്ട് ഈ 2:30 മണിക്ക് വെള്ളം പിടിക്കണമെന്ന് പറയുന്നത് രാത്രി ഏതാണ്ട് 2-2:30 കഴിയുമ്പോഴേക്കും ചെറിയ രീതിയിൽ ഇവരുടെ വീടിന് വെളിയിലുള്ള പൈപ്പുകളിൽ വെള്ളം വരും. അത് മുകളിലെ ടാങ്കുകളിലേക്ക് കയറില്ല, പുറത്ത് വെച്ചിരിക്കുന്ന പൈപ്പിൽ വെള്ളം വരും. അങ്ങനെ നോക്കിയിരുന്ന് വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് അരുൺ, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? എന്താണ് ഇതിന്റെ ഒരു പരിഹാരമായിട്ട് നാട്ടുകാർ പറയുന്നത്? നമുക്ക് എന്ത് ചെയ്തു കൊടുത്താൽ പറ്റും? നമുക്ക് വാട്ടർ അതോറിറ്റി മിനിസ്റ്ററോട് ചോദിക്കാം, റോഷി അഗസ്റ്റിനോട്. അരുൺ, നമ്മളിത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് വെള്ളമില്ലാത്തതെന്നുള്ള കാര്യം അവർക്കും അറിയില്ല. ഇനി എവിടെയെങ്കിലും പൈപ്പ് പൊട്ടിയതാകാം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവർ പറയുന്നത്. പക്ഷേ വിളിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് പൈപ്പ് പൊട്ടിയാലും അത് എവിടെയാണ് പൊട്ടിയതെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു മിഷൻ വേണം അത് കണ്ടെത്തണമെങ്കിൽ. ആ മിഷൻ അവരുടെ കയ്യിൽ ഇല്ല എന്നൊക്കെയുള്ള ബാലിശമായ മറുപടികളാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ഈ പാവപ്പെട്ട ആളുകളോട് തീർച്ചയായിട്ടും ഏത് വാട്ടർ അതോറിറ്റി സെക്ഷനിലാണ് ഇത് വരുന്നത് അവിടെ പോയി എഞ്ചിനീയറെ കാണണം, ബൈറ്റ് തന്നെ എടുക്കണം, പ്രതികരണം തന്നെ എടുക്കണം. കുറച്ച് മാസങ്ങളായിട്ട് ഇതേപോലെ 200-ലധികം ആളുകൾ ജഗതി പോലൊരു സ്ഥലത്ത് കുടിവെള്ളക്ഷാമം അനുഭവിക്കുമ്പോൾ ഇങ്ങനെ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞൊഴിയാൻ കഴിയില്ല. ലക്ഷങ്ങളുടെ മെഷീൻ വേണമെങ്കിൽ മെഷീൻ വാങ്ങിച്ചു വയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണല്ലോ വകുപ്പ് അവിടെയുള്ളത്. തീർച്ചയായിട്ടും മിനിസ്റ്ററും ആ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാന്ത്വന സാജു, തീർച്ചയായിട്ടും ആ സെക്ഷൻ എഞ്ചിനീയറെ കാണുക, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒഴിവുകളൊക്കെ പറഞ്ഞു പോകുന്നൊരു പരിപാടിയുണ്ടല്ലോ, അതൊന്നും നടക്കൂല. തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരാൻ പോകുന്നത് കേട്ടാ. സാന്ത്വന സാജു, അപ്പോൾ നാട്ടുകാരോട് നമുക്ക് പറയാം, നമ്മളും ആ വിഷയത്തിൽ ഇടപെടുന്നു. ഒരു ഫോളോ അപ്പ് ഉണ്ടാവും അതിൽ.